ഹലോ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് സുമിത. അപ്പോൾ 9ാം ക്ലാസ്സിലെ നവോദയ സ്കൂളിലെ എൻട്രൻസിന് അപ്ലൈ ചെയ്തിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളെ എക്സാം എഴുതുന്നതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് സയൻസ് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നവോദയ സ്കൂളിൽ പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ CC Plusൽ നിങ്ങൾക്ക് നവോദയ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് എൻട്രൻസ് എക്സാം ഈസി ആക്കാനായിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ക്രാഷ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ്ലി 9ാം ക്ലാസ്സിലെ നവോദയ എൻട്രൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരുപാട് കുട്ടികളെ നവോദയ സ്കൂൾസിലെ എൻട്രൻസ് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റി. അപ്പോൾ ഈ വർഷവും ഞങ്ങളുടെ ആ ഒരു ജേണി തുടരുകയാണ്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നവോദയ സ്കൂളിലേക്ക് വേണ്ട ക്വസ്റ്റ്യൻസ്, പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ? അപ്പോൾ മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് ഫോർ എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ട്യൂബർക്കുലോസിസ്, പോളിയോ, മലേറിയ, ടൈഫോയിഡ് അല്ലേ. അപ്പോൾ ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, മോസ്റ്റ് പ്രോബബിളി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണിത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, ഇതിനകത്ത് പ്രൊട്ടോസോവൽ ഡിസീസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനകത്ത് ട്യൂബർക്കുലോസിസ്. അപ്പോൾ ഓരോ ഡിസീസും ഏത് തരം ഓർഗാനിസമാണ് കോസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ അല്ലേ, ഒന്ന് കറക്കി കുത്താന്നൊന്നും വിചാരിച്ച് അങ്ങനെ നടക്കില്ല. കൃത്യമായിട്ട് ഓരോന്ന് ഏതാണെന്ന് അറിഞ്ഞെങ്കിലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് നോക്കിക്കേ, ട്യൂബർക്കുലോസിസ് എന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് ആരാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ ആണ് അല്ലേ. അപ്പൊ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. അപ്പൊ എന്താണ്? ട്യൂബർക്കുലോസിസ് അല്ല. അപ്പൊ ഫസ്റ്റ് വൺ അല്ല. രണ്ടാമത് വരുന്നത് എന്താണ്? പോളിയോ ഡിസീസ്. പോളിയോ ഉണ്ടാക്കുന്നത് ആരാണ്? വൈറൽ ആണ് അല്ലെ. വൈറൽ ഡിസീസ് ആണ് പോളിയോ എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ പോളിയോയും അല്ല. പിന്നെ തേർഡ് ഓപ്ഷൻ മലേറിയ ഉണ്ടാക്കുന്നത് ആരാണ്? പ്രൊട്ടോസോവൻ കോസിംഗ് ഡിസീസ് ആണ് അല്ലെ. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രൊട്ടോസോവയാണ് മലേറിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പൊ ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നതിലെ പ്രൊട്ടോസോവൽ ഡിസീസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ടൈഫോയിഡ് ഡിസീസ് കോസ് ചെയ്യുന്നത് ആരാണ്? ബാക്ടീരിയ ആണ് അല്ലേ. സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് കോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, മലേറിയ എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് NPK? NPK എന്ന് പറഞ്ഞാൽ എന്താണ്? NPK എന്ന് പറയുന്നത് എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ NPKയുടെ ഫുൾ ഫോം എന്താണ്? നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്. അതാണ് NPK ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ട്. NPK എന്ന് പറയുന്നത് ഒരു ഫെർട്ടിലൈസർ ആണ്. NPK ഒരു ഫെർട്ടിലൈസർ ആണ്. അതായത് ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസിൽ വരുന്നതാണ് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം എല്ലാം. അതൊരു ഫെർട്ടിലൈസർ ആണ്. ഇനി ഇതിനകത്തൊരു കൺഫ്യൂഷൻ തോന്നാവുന്ന ഒരു രണ്ട് കാര്യങ്ങളാണ് ഫെർട്ടിലൈസർ ആൻഡ് മാനുവർ. ആക്ച്വലി ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ കമ്പോണൻസ് ആണ് അല്ലെ. അത് ഫാക്ടറീസിലാണ് മേഡ് ചെയ്യുന്നത്. മാനുവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ കമ്പോസ്റ്റ് ആയിട്ടുള്ളതാണ് അല്ലെ. ഈ പറഞ്ഞതുപോലെ ഇലകളെല്ലാം വീണ് ചീഞ്ഞതും അല്ലെ, അങ്ങനെ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കമ്പോസ്റ്റ് ആണ് ഈ പറയുന്ന മാനുവർ എന്ന് പറയുന്നത്. ഇനി വീഡിസൈഡ് അല്ലെ. വീഡിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീഡ്സിനെ കില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ അതിനെ കളനാശിനി എന്ന് പറയും. അങ്ങനെയുള്ളതാണ് വീഡിസൈഡ്സ് എന്ന് പറയുന്നത്. വീടെന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്താണ്? ചെടികൾക്കിടയിൽ വളരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ചെറിയ പ്ലാന്റ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? വീടെന്ന് വിളിക്കുന്നത്. അപ്പോൾ NPK എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫെർട്ടിലൈസർ ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെലക്ട് ദ റോങ്. CNG ആൻഡ് LPG ബേൺ ഈസിലി. CNG എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. LPG എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ രണ്ടും എന്താണ്? ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ പറഞ്ഞതുപോലെ CNG എന്ന് പറയുന്നത് കൂടുതലായിട്ടും വെഹിക്കിൾസിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡീസലും പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? CNG എന്ന് പറയുന്നതിന് കുറച്ചുകൂടി പൊല്യൂഷൻ കുറവായിട്ടുള്ള ഒരു ഫ്യൂവലാണ് CNG എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, ബോത്ത് ആർ റിലീസ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഇറ്റ് ബേൺസ്. ഇതും ഒരു കൺഫ്യൂഷൻ തോന്നും അല്ലേ. അതായത് ഇപ്പൊ CNG കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അതോ LPG ആണോ കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അങ്ങനെയുള്ള പല സംശയങ്ങൾ തോന്നും. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് ഉണ്ട് അല്ലേ.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ബോത്ത് ആർ റിലീസ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി വെൻ ഇറ്റ് ബേൺസ് എന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇവരെന്താണ്? കത്തുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ, അതുകൊണ്ടാണ് ഇത് ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Then the second statement is also right one. And the third one, CNG cannot transmitted through pipeline. CNG cannot. നമ്മൾ ഗ്യാസ് അല്ലേ, അതായത് വലിയ വലിയ സിറ്റീസിലൊക്കെ ഗ്യാസ് ലൈൻ പൈപ്സ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ, ഗ്യാസ് പൈപ്സിലൂടെ വരുന്നുണ്ട്. പക്ഷെ CNG പൈപ്പ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഓക്കെ, CNGയും ഈ പറഞ്ഞതുപോലെ പൈപ്പ് ലൈൻസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? CNG കനോട്ട് ട്രാൻസ്മിറ്റഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കനോട്ട് ട്രാൻസ്മിറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷെ എന്താണ്? CNG ക്യാൻ ട്രാൻസ്മിറ്റഡ് എന്നാണ് വരേണ്ടത് അല്ലേ. CNG ക്യാൻ ട്രാൻസ്മിറ്റഡ് ത്രൂ പൈപ്പ് ലൈൻസ് എന്നാണ് വരുന്നത്. അതുകൊണ്ട് എന്താണ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ അടുത്തത് നോക്കിക്കേ, CNG ആൻഡ് LPG ക്ലീൻ ഫ്യൂവൽ ആൻഡ് ഡു നോട്ട് റിലീസ് സ്മോക്ക് വെൻ ഇറ്റ് ബേൺസ്. CNGയും LPGയും ക്ലീൻ ഫ്യൂവൽസ് ആണ്. എന്താണ്? അവര് എന്താണ്? സ്മോക്ക് റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. LPGയുടെ കാര്യത്തിൽ നമുക്കറിയാം അല്ലേ, സ്മോക്ക് റിലീസ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെയാണ് CNG എന്ന് പറയുന്നതും. CNGയും എന്താണ്? സ്മോക്ക് റിലീസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ സി ആണ് ഇതിനകത്ത് വരുന്ന റോങ് സ്റ്റേറ്റ്മെന്റ്. CNG കനോട്ട് ട്രാൻസ്മിറ്റഡ് എന്നുള്ളതാണ് അതിനകത്തുള്ള മിസ്റ്റേക്ക്. CNG ക്യാൻ ട്രാൻസ്മിറ്റ് എന്നാണ് എഴുതേണ്ടിയിരുന്നത്. അടുത്തത് നോക്കിക്കേ, അടുത്തതും ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് തന്നിരിക്കുകയാണ് അല്ലെ. ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് coal is formed through the different biological and geological process on dead and decaying plant matter. അപ്പോൾ എങ്ങനെയാണ് കോൾ ഫോം ചെയ്തിരിക്കുന്നത്? മില്യൺസ് ഓഫ് ഇയേഴ്സിൽ എന്താണ്? ബയോളജിക്കൽ ജിയോളജിക്കൽ പ്രോസസ്സ് വഴി ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്ററിന്റെ ഡെപ്പോസിഷൻ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് കോൾ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, കോൾ മെയിൻലി കണ്ടെയ്ൻസ് കാർബൺ. The process of conversion of dead vegetation into fuel is called as carbonization. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് 1 and 2 are correct, 1 and 2 are wrong, 1 is correct, 2 is wrong, 1 is wrong, 2 is correct. അപ്പൊ ഇതിനകത്ത് കൺഫ്യൂഷൻ വരുന്ന രീതിയിലുള്ള ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഇതിനകത്ത് നോക്കിക്കേ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും, അതായത് ഈ രണ്ട് കാര്യങ്ങളും എന്താണെന്ന് അറിയണം. ഒന്നാമത്തെ കാര്യം കോൾ എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. രണ്ടാമത്തെ എന്താണ്? കാർബണൈസേഷൻ എന്താണെന്നും അറിയണം. ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമെങ്കിലാണ് ഇതിന്റെ ആൻസർ കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് നന്നായിട്ടൊന്ന് വായിക്കണം അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്താണ്? രണ്ട് ശരിയാണല്ലേ. ഫസ്റ്റ് വൺ നോക്കിക്കേ, ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് കോൾ ഈസ് ഫോംഡ് ത്രൂ ഡിഫറെന്റ് ബയോളജിക്കൽ ആൻഡ് ജിയോളജിക്കൽ പ്രോസസ് അല്ലേ. അത് കറക്റ്റ് ആണ്. കോൾ ഈസ് മെയിൻലി കണ്ടെയ്ൻ കാർബൺ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഡെഡ് വെജിറ്റേഷൻ ഇൻ ടു ഫ്യൂൽ ഈസ് കോൾഡ് ആസ് കാർബണൈസേഷൻ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1 and 2 ആർ കറക്റ്റ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ സ്റ്റേറ്റ്മെന്റ്സ് അല്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു പോയെങ്കിൽ മാത്രമാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അടുത്ത നോക്കിക്കേ, നെയിം ദ യൂണിറ്റ് ഇൻ വിച്ച് ദ കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ ഈസ് എക്സ്പ്രസ്ഡ്. അപ്പോൾ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്നാണ്? കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നുള്ളതാണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നുള്ളതാണ് ഓപ്ഷൻ ബി. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അടുത്തത്, ദ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ ഓഫ് ആൻ ഐഡിയൽ ഫ്യൂവൽ ഷുഡ്. ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ. അപ്പൊ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സാധനം അതിന്റെ ആ ഒരു കത്തുന്ന അല്ലെ, ഒരു ഫ്ലാഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നില്ലേ, ആ ഒരു ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഐഡിയൽ ഫ്യൂവൽ എന്താണ്? ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു ഐഡിയൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ലെ. എല്ലാ സാധനത്തിനും നമുക്ക് ഫ്യൂവലായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഐഡിയൽ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എത്രയായിരിക്കണം എന്നുള്ളതാണ്. ലോവസ്റ്റോ ഹയസ്റ്റ് ആണോ, അതോ നെയ്തർ ടു ഹൈ ഓർ ടു ലോ, ദെൻ നൺ ഓഫ് ദ എബോവ്, ഏതായിരിക്കും? ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു ഐഡിയൽ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ നെയ്തർ ടു ഹൈ നോർ
ടു ലോ. അങ്ങനെയായിരിക്കണം ഒരു ഐഡിയൽ ഫ്യൂവൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായോ? ഇനി അടുത്തതും ഒരു ലെങ്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് നോക്കാം. വാട്ടർ ഈസ് നോട്ട് യൂസ്ഡ് ടു കൺട്രോൾ ഫയേഴ്സ് ഇൻവോൾവിങ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. അല്ലെ, ഇലക്ട്രിക്കൽ അതായത് തീ കത്തുന്ന സമയത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിന്റെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ യൂസ് ചെയ്യുന്നില്ല. അതാണ് വാട്ടർ ഈസ് നോട്ട് യൂസ്ഡ് ടു കൺട്രോൾ ഫയേഴ്സ് ഇൻവോൾവിങ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത് നോക്കിക്കേ, LPG ഈസ് ബെറ്റർ ദാൻ ഡൊമസ്റ്റിക് ഫ്യൂവൽ ദാൻ വുഡ്. LPG ആണ് ഈ പറഞ്ഞ പോലെ വുഡിനേക്കാളും ബെസ്റ്റ് ഫ്യൂവൽ എന്നുള്ളതാണ്. തേർഡ് നോക്കിക്കേ, പേപ്പർ ബൈ ഇറ്റ്സെൽഫ് ക്യാച്ചസ് ഫയർ ഈസിങ് വേറസ് എ പീസ് ഓഫ് വുഡ്. അല്ലെ, വുഡിനേക്കാളും പെട്ടെന്ന് തന്നെ പേപ്പർ ഫയർ ക്യാച്ച് ചെയ്യും. മൂന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് റോങ് ആയിട്ടുള്ളത് എന്നാണ്. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് ഒരിക്കലും എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ വാട്ടർ യൂസ് ചെയ്യില്ല. കാരണം എന്താണ്, അവിടെ ഷോർട്ടേജ് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ അതിനു വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അപകടങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ളൊരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വാട്ടർ യൂസ് ചെയ്യില്ലാത്തത്. രണ്ടാമത് പറയുന്നത് എന്താണ്, LPG എന്ന് പറയുന്നത് വുഡിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണ്, സ്മോക്ക് കുറവാണ്. അതേപോലെ LPG എന്താണ് ഈ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്ന് ബേൺ ചെയ്യും. അതേപോലെ ഹീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ട് വുഡിനേക്കാളും കുറച്ചുകൂടി നല്ലൊരു ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് LPG എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ റൈറ്റ് വൺ. ഇനി വുഡിനേക്കാളും പെട്ടെന്ന് പേപ്പർ തീ പിടിക്കുന്നുള്ളത് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. 1, 2, 3 ആർ ട്രൂ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ക്ലാസ് എടുത്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മാത്രമല്ല, പുതിയ ഒട്ടനവധി പാറ്റേണുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ഇത്തരം പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട്, പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് CC+ന്റെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ വരുന്നുണ്ട്. ഇനി എക്സാമുമായിട്ട് അനുബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ CC+ന്റെ പുതിയ ബാച്ചിന്റെ കാര്യം ഞാൻ പറഞ്ഞു തന്നിരുന്നു. 9ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയിട്ട് ഈ ഡിസംബറിൽ പുതിയ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. പരീക്ഷ എന്നാണെന്ന് അറിയാലോ, ഫെബ്രുവരി 8-ാം തീയതിയാണ്. അപ്പോൾ പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇനി ആവശ്യം. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇരുന്ന് പഠിക്കാനുള്ളൊരു സമയമില്ല. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അതൊക്കെയാണ് ഇനിയുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ CC+ന്റെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യുക, നവോദയ സ്കൂളിൽ പോകാനായിട്ട് എന്നിട്ട് റെഡി ആയിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.